അപ്പോൾ ഇന്ന് നമുക്ക് റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ നമ്മൾ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഞാൻ റോസ്റ്റഡ് റവയല്ല കേട്ടോ വാങ്ങിച്ചത്, സാധാ റവയാണ്. അതുകൊണ്ട് തന്നെ പാനിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. മൊത്തത്തിൽ റവ ഞാനങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പുമാവിൻ്റെ എടുത്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ റവ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിനാവശ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാള, ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ്. അപ്പോൾ ഈ കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, ആദ്യമേ ഇഞ്ചി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി താണ്ട് ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് റോസ്റ്റ് ആവുകയൊന്നും വേണ്ട, പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ അതെല്ലാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്ക് ആ സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇത് മൂന്നും കൂടെ അതിനകത്തൊട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. നമുക്ക് വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് വേണമല്ലോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ്, സവാള മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിനകത്ത് ബീൻസ് ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്തിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നന്നായിട്ട് ഏകദേശം കുറച്ചൊന്ന് വേണ്ടാൽ മതി, കാരണം ഇത് വേവാനുള്ളതല്ലേ. ഒന്ന് വേണ്ട വരുമ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ചും കൂടെ ഉപ്പ്, ആവശ്യത്തിന് കുറച്ചും കൂടി നമ്മുടെ ഈ വെള്ളം കറക്റ്റായിട്ട് ഉപ്പ് നിൽക്കണം. വെള്ളത്തിൻ്റെ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഉപ്പുമാവിനകത്ത് ഉപ്പ് കറക്റ്റായിട്ട് അരുത്തുള്ളൂ. അപ്പോൾ തട്ടി ഉപ്പ് കുറവ് വന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് മിക്സ് ചെയ്തു. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇതിനകത്തോട്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ തിളയ്ക്കുന്നതിനകത്തോട്ട് കുറച്ച് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ റവ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടുന്നത്. ആദ്യമേ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. പിന്നെ അത് വെള്ളം കൂടുതലാണ്, അപ്പോൾ ഇത്രയും നമുക്ക് തികയില്ല. നമ്മൾ 4 പേരില്ല, അപ്പം നമുക്ക് 4 പേർക്കും കൂടെ തികയത്തില്ല. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ പിന്നെ റവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. മിക്സ് ചെയ്തിട്ട് ബാക്കിയിരുന്ന തേങ്ങ തിരികിയതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിനെ നമുക്ക് തത്തിപ്പൊത്തി ആവിക്ക് വെച്ച് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആവി എടുത്ത് വെക്കാം. നമ്മളെ കറക്റ്റ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായി. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത, കുഴയാത്ത, നല്ല ഉതിരിയായിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തുറന്നാൽ മതി. തണുക്കുമ്പോഴത്തേനും നമ്മുടെ ഉപ്പുമാവ് ഒറ്റയായിട്ടിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് കഴിക്കുന്ന കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ശർക്കരപ്പൊടി വെച്ചിട്ടാണ് കഴിച്ചത്. പഴം എന്ത് വേണമെങ്കിലും എൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. കറി ഉണ്ടെങ്കിൽ കറി കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇവിടുത്തെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞാൻ ശർക്കരപ്പൊടി വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഓക്കേ.